റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ്. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ തജ്വീദ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ശരി തിരഞ്ഞെടുക്കാം എന്നാണ്. ശരി തിരഞ്ഞെടുക്കാം. ഒരു 7 ക്വസ്റ്റ്യൻസ് താഴത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഇടത് ഭാഗത്ത് ഓപ്ഷൻസുകളായിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ശരി ഉണ്ടാവുക. അതെടുത്ത് എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, ചേർത്തി ഓതുമ്പോൾ മൊഴിയാത്ത എന്ന് പറഞ്ഞാൽ പറയാത്ത ഹംസ, ചേർത്തി കൂട്ടി ഓതുന്ന സമയത്ത് പറയാത്ത ഹംസ ഏതാണ്? അത് ഹംസത്തുൽ വസ്ലാണ്. നിങ്ങൾ ശരിയിടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. ഹംസത്തുൽ വസ്ലാണ്. അപ്പോൾ ഹംസത്തുൽ ഖത്വ് എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതുമ്പോഴും തുടക്കത്തിലും ഉച്ചരിക്കുന്ന മൊഴിയുന്ന ഹംസയാണ്. അത് അതിൻ്റെ കൂടെ മനസ്സിലാക്കാം. 2, പിന്നെ സക്ത ചെയ്യേണ്ട സ്ഥലങ്ങൾ 4, 14. 4 ശരി ഉത്തരം അല്ലേ. 14 നമ്മൾ എന്താണ് പഠിച്ചത്? തിലാവത്തിൻ്റെ സുജൂദിൻ്റെ സ്ഥലങ്ങൾ 14 പഠിച്ചിട്ടുണ്ട്. ഇവിടെ സക്ത ചെയ്യേണ്ട സ്ഥലങ്ങൾ 4, അതാണ് ആൻസർ. മൂന്നാമത്തത് ഖീല അലൈഹിൽ വഖഫ്. ഇത് വഖഫിൻ്റെ ഒരു വഖഫുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഖീല അലൈഹിൽ വഖഫ് എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യലാണ് നല്ലത് എന്നാണോ, അതോ നിർത്താമെന്ന് അഭിപ്രായമുണ്ട് എന്നാണോ? ഇതാണ്, നിർത്താമെന്ന് അഭിപ്രായമുണ്ട്. ഖീല, മനസ്സിലായോ? നിർത്താമെന്ന് അഭിപ്രായമുണ്ട്. അപ്പോൾ വഖഫ് ചെയ്യലാണ് നല്ലത്, അതേപോലെ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്, അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി 4മത്തത്, സ്വാദ് സൂറത്തിലെ 23ാം ആയത്തിൽ എന്താണുള്ളത്? ശുക്രിൻ്റെ സുജൂദാണ്, തിലാവത്തിൻ്റെ സുജൂദാണ്. സ്വാദ് സൂറത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൽ വരുന്ന സുജൂദ് ശുക്രിൻ്റെ സുജൂദാണ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം ശുക്രിൻ്റെ സുജൂദാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു സുജൂദാണ് അത് വരുന്നത്. തിലാവത്തിൻ്റെ സുജൂദ് 14 സ്ഥലങ്ങളുണ്ട്. എന്നാൽ സ്വാദ് സൂറത്തിലെ ഈ 23ാം ആയത്തിലുള്ള സുജൂദ് ശുക്രിൻ്റെ സുജൂദാണ്. അത് നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തിലാവത്തിൻ്റെ ആണെങ്കിൽ നിസ്കാരത്തിലൊക്കെ ചെയ്യാം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. 5മത്തെ ക്വസ്റ്റ്യൻ, എപ്പോഴും സുക്കൂൻ ഉണ്ടാവുന്ന ഹാകൾ 3 പഠിച്ചിട്ടില്ലേ. പിന്നെ തനീസിൻ്റെ ഹാ, ലൊമേറിൻ്റെ ഹാ, സക്കത്തയുടെ ഹാ ഒക്കെ പഠിച്ചു. ഇതിൽ എപ്പോഴും സുക്കൂൻ ഉണ്ടാകുന്ന ഹാ ഏതാ? എന്താ? സക്കത്തയുടെ ഹാ ആണ്. സക്കത്തയുടെ ഹാ നമ്മൾ ഉദാഹരണങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. മാലിയ, ഹിസാബിയ, കിതാബിയ എന്നൊക്കെ പഠിച്ചിരിക്കണമല്ലോ. അപ്പോൾ സക്കത്തയുടെ ഹാ എന്നെഴുതാം. സക്കത്തയുടെ ഹാ. അടുത്ത ക്വസ്റ്റ്യൻ, 6മത്തത്, നീട്ടി ഓതേണ്ട ഹാ ഉല്ലമീറിന് ഉദാഹരണം. ഹാ ഉല്ലമീറാണ്, അഥവാ ഹു, ഹാ എന്നൊക്കെ അവസാനം വരും. അതിൽ നീട്ടി ഓതേണ്ടുന്ന ഹാ എൻ്റെ ലൊമീർ. ഇവിടെ വബിഹി യസ്തഅജിലൂൻ അൻഹു തലഹ എന്നുണ്ട്. അതിലിപ്പോൾ നീട്ടി ഓതേണ്ട ഹാ ഉല്ലമീറിൻ്റെ ഉദാഹരണം ഏതാ? ഫസ്റ്റത്തെ ഏതാണ്? വബിഹി യസ്തഅഹി. ഇതാണ് ഹാ ഉല്ലമീർ. അതൊന്ന് നീട്ടണം. വബിഹി യസ്തഅജിലൂൻ എന്നോദണം. കാരണം ഈ ഹാഇൻ്റെ മുമ്പും ഹർക്കത്തുണ്ട്, ശേഷവും ഹർക്കത്തുണ്ട്. ഇപ്പോൾ മുമ്പും ശേഷമൊക്കെ ഹർക്കത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നീട്ടി ഓതണം, കുറച്ച് നീട്ടി ഓതണം. വബിഹി എന്ന് കുറച്ച് നീട്ടണം എന്നർത്ഥം. എന്നാൽ അതിൻ്റെ അപ്പുറത്തുള്ളത് അൻഹു തലഹ എന്നാണ്. അത് നീട്ടാനും പാടില്ല. കാരണം ഇവിടെ ഈ ഹാ ഉല്ലമീറിൻ്റെ മുമ്പ് സുക്കൂനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നീട്ടാൻ പാടില്ല. മുമ്പോ ശേഷമൊക്കെ സുക്കൂൻ വന്നാൽ നീട്ടാൻ പാടില്ല എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. 7മത്തത്, ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. അത് ഇത്ബാഖാണോ ഇസ്തിഅല ആണോ? ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ ഇസ്തിഅല ആണ്. ഇസ്തിഅല അക്ഷരങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 2മത്തെ ആക്ടിവിറ്റി, യോജിച്ചത് ചേർക്കാം എന്നാണ്. യോജിച്ചത് ചേർക്കാം. ഇവിടെ ആദ്യത്തെ ഒരു കള്ളിയിൽ
പിന്നെ വഖഫിൻ്റെ അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് ലാസ്റ്റ് കള്ളിയിലുണ്ട്. അപ്പോൾ അതിനോട് യോജിക്കുന്നത് ഇങ്ങോട്ട് എടുത്ത് എഴുതാനാണ്, ഈ ഭാഗത്തേക്ക് എടുത്ത് എഴുതാനാണ്. ഒന്നാമത്തത് ത്വാ ആണ്. ത്വാ പറഞ്ഞാൽ ഇതിലേതാ? വഖഫ് മുജവ്വദ്, ജായിസ്, ലാസിമ്, ഔല, പിന്നെ വഖഫ് ഔല, വസ്ലു ഔല, വഖഫ് മുത്തലഖ് വന്നിട്ടുണ്ട്. അപ്പോൾ ത്വാ പറഞ്ഞാൽ അത് വഖഫ് മുത്തലഖാണ്. അപ്പോൾ നമുക്കിവിടെ വഖഫ് മുത്തലഖ് എന്ന് എഴുതാം. ഇത് ത്വാ മുത്തലഖ്, അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ത്വാ മുത്തലഖ്. പിന്നെ രണ്ടാമത്തത് ഖില എന്നാണ്. ഖില എന്ന് നമുക്കത് പറയാം. അതേതാണ്? അൽ വഖഫു ഔല എന്നാണ്. എന്താ? അൽ വഖഫു ഔല. ഖില വഖഫു ഔല. ഏകദേശം ഒരു കോമ്പിനേഷൻ ഉണ്ട്. അത് ചിലതൊക്കെ അങ്ങനെ ഒരു കോമ്പിനേഷനുള്ള പോലെ തോന്നും പറയുമ്പോൾ. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതാം. ഇപ്പോൾ ത്വാ മുത്തലഖ്, ഖില വഖഫു ഔല. സിലയാണെങ്കിലോ സില, അപ്പോൾ അൽ വസ്ലു ഔല. ഖില വഖഫു ഔല, സില വസ്ലു ഔല. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ അൽ വസ്ലു ഔല എന്ന് എഴുതിയേക്കാം. ഇനി മീമാണ്. മീം അങ്ങനെ പറയുമ്പോൾ ഒരു കോമ്പിനേഷൻ ഒന്നും ഉണ്ടാവില്ല. എല്ലാതും അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഞാൻ പഠിക്കാനുള്ളൊരു ട്രിക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം. മീം വഖഫ് ലാസിമാണ്. അതാണ് നാലാമത്തത്. വഖഫ് ഇതിൻ്റെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഉദ്ദേശമൊക്കെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് വഖഫ് ലാസിം. ഇത് ഓരോന്ന് നമ്മൾ എഴുതുമ്പോഴും അതിൻ്റെ ഉദ്ദേശങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെക്കുക. അഞ്ചാമത്തത് ജീമാണ്. ജീം നമ്മൾ നേരത്തെ പറയുന്ന പോലെ നോക്കാം. ദാ വഖഫ് ജായിസ്, ജീം ജാ, കണ്ടില്ലേ? വഖഫ് ജായിസ്. അങ്ങനെ ചില ട്രിക്കുകളൊക്കെ പ്രയോഗിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചുണ്ടാക്കുക. വഖഫ് ജായിസ്. ആറാമത്തത് സായിക്ക് മുജവ്വസ് എന്നാണ് പറയുക. വഖഫ് മുജവ്വസ്. അതും വേണമെങ്കിൽ നമുക്ക് ഷൂട്ടാക്കാം. മുജവ്വസ്. അപ്പോൾ അവിടെ സായൊക്കെ ഉണ്ടല്ലോ. വഖഫ് മുജവ്വസ്. അപ്പോൾ നമുക്കങ്ങനെ പൂർത്തീകരിക്കാം. ഇനി മൂന്നാമത്തെ ഒരു ആക്ടിവിറ്റി ഉദാഹരണം എഴുതാനാണ്. ഉദാഹരണം എഴുതാം. എന്തിൻ്റെ ഉദാഹരണം എഴുതേണ്ടത്? വസ്ലിൻ്റെ ഹംസക്ക് ഉദാഹരണം എഴുതാനാണ്. വസ്ലിൻ്റെ ഹംസും ഖത്ഇൻ്റെ ഹംസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വസ്ലിൻ്റെ ഹംസക്ക് ഉദാഹരണം എഴുതാനാണ്. പിന്നെ അഞ്ചാമത്തെ പാഠം ഹംസത്തുൽ വസ്ല്, അതിൽ കുറച്ച് ഉദാഹരണങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് എഴുതാം. വഖ്ശൗനിൽ യൗമ, അല്യവും അല്ലേ? ലിനഫ്സി ഇദ്ഹബ്. പിന്നെ ഈസബിനു മറിയം, ഇബ്നു മറിയം. ഇത് ഖാലത്ത് ഇമ്രാത്തു ഫിറൗൻ. പുസ്തകത്തിൻ്റെ ടെക്സ്റ്റ് ഫസ്റ്റ് ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഉദാഹരണം ഇത് നിങ്ങൾക്ക് എഴുതാം. ഞാനിവിടെ എഴുതുന്നത് ഈസബിനു മറിയം എന്നാണ്. ഈസബിനു മറിയമ. അപ്പോൾ ഇത് വസ്ലിൻ്റെ ഹംസാണ്. അത് കൂട്ടി പറയുന്ന സമയത്ത് എന്തുണ്ടാവില്ല, അത് പറയൂല. ഇപ്പോൾ നോക്കൂ, ഇതാണ് ഈ വസ്ലിൻ്റെ ഹംസ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൂട്ടി പറയുന്ന നോക്കുക. ഈസബിനു, ഈസ കഴിഞ്ഞിട്ട് ബ് എന്നാണ് പറയണത്. ഇത് നമ്മൾ പറയണ തന്നെയില്ല. എന്നാൽ നോക്കൂ, അത് തുടക്കത്തിൽ ഉച്ചരിക്കുകയാണെങ്കിൽ ആ ഹംസ വരും, പറയും ചെയ്യും. ഇബ്നു മറിയമ എന്നാണ് പറയുക. ഇബ്നു മറിയം. കണ്ടില്ലേ? അപ്പോൾ അതെന്തായി? ഇവിടെ പറഞ്ഞു, തുടക്കത്തിലായതുകൊണ്ട് പറഞ്ഞു. എന്നാൽ കൂട്ടി പറയുമ്പോൾ അത് പറയൂല. അങ്ങനെ ബാക്കി ഉദാഹരണങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കാം. അതുപോലെ രണ്ടാമത്തത് ഖത്ഇൻ്റെ ഹംസക്ക് ഉദാഹരണം എഴുതാനാണ്. ഖത്ഇൻ്റെ ഹംസ, നേരത്തെ വസ്ലിൻ്റെ ഹംസ പറഞ്ഞു. ഖത്ഇൻ്റെ ഹംസ നമ്മൾ എൻ്റെ തൊട്ടടുത്ത അപ്പുറത്തെ പാഠത്തിൽ 6ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പാഠഭാഗം തുടക്കത്തിൽ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. ഇസ്മുഹു അഹ്മദു ഫി അഹ്സനി തഖ്വീം അഹ്സനി വഅഖീമു വുജൂഹക്കും അഖീമു മാലികി യൗമിദ്ദീനി ഇയ്യാക്ക അല്ലേ? അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ ഒന്ന് ഇതാണ് ഫി അഹ്സനി തഖ്വീം എന്നുള്ളതാണ് എഴുതുന്നത്. ഫി അഹ്സനി തഖ്വീം. ഇതിൽ ഖത്ഇൻ്റെ ഹംസ എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതുമ്പോഴും പറയണം, അതേപോലെ തുടങ്ങുമ്പോഴും പറയണം. ഇതാണ് ഹംസ ചേർത്തി ഓതുമ്പോൾ ഫി അഹ്സനി. നേരത്തെ പോലെ അല്ലല്ലോ, എന്നുള്ളത് പറഞ്ഞു.
ഇനി അത് തുടക്കത്തിൽ പറയുകയാണെങ്കിലും എന്ത് പറയണം അഹ്സനി തഖ്വീം എന്നാണ് പറയുക. അഹ്സനി തഖ്വീം അങ്ങനെ മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹാ ഉത്തഗ്നീസിന് ഒരു ഉദാഹരണം എഴുതാനാണ്. ഹാ ഉത്തഗ്നീസ് നേരത്തെ നമ്മൾ ഹാ 3 പറഞ്ഞിരുന്നല്ലോ. ഹാ ഉത്തഗ്നീസ്, ഹാ ഉസക്കത്ത്, ഹാ ഉല്ലമീറൊക്കെ പറഞ്ഞു. അതിൽ ഹാ ഉത്തഗ്നീസിൻ്റെ ഉദാഹരണം 4ാമത്തെ പാഠത്തിലുണ്ട്. ഇഷ്ടം പോലെയാണ്, ഫസ്റ്റ് ഭാഗത്ത് ഇഷ്ടം പോലെ പറയുന്നുണ്ട്. അതിൽ ഉദാഹരണത്തിന് ഞാനിവിടെ ഒന്ന് ഇതാണ് അൽ ഖാരിഅതു മൽ ഖാരിഅ, അൽ ഖാരിഅതു മൽ ഖാരിഅ. ഇനി അൽ ഖാരിഅതു എന്നുള്ളത് മാത്രം ഇതായാലും മതി. ഇതാണ് ഈ ഹാ ഉത്തഗ്നീസ് എന്ന് പറയുന്നത്. മുഅന്നസാന്ന് അറിയിക്കാനുള്ള ഹാ ആണിത്. ഹാ ഉത്തഗ്നീസ് എന്താണ് പറയുക, താ ആയിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. എല്ലായിടത്തും താ ആയിരിക്കും, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അല്ല ഹാ എന്നാണ് പേരെങ്കിലും ഹാ താ ആയിട്ടാവും എഴുതുക, അതൊക്കെ തഗ്നീസിൻ്റെ ആയിരിക്കും. പിന്നെ അവസാനം സുക്കൂനാണെങ്കിൽ അത് സക്തയുടെ ആയിരിക്കും. ഹ്, മാഹിയ, അതേപോലെ ഇഖ്തദി, ഹിസാബി, ഹമാലി എന്നൊക്കെ പഠിച്ചല്ലോ. പിന്നെ ഹാ ഹു എന്നൊക്കെയാണെങ്കിൽ, ഹു ഹി എന്നൊക്കെയാണെങ്കിൽ അത് പിന്നെ ലൊമീറിൻ്റെ ആയിരിക്കും. അതാണ് അപ്പുറത്തെ ഉദാഹരണം. വലഹു മാഫിസ് സമാവാത്തിയൊക്കെ ടെക്സ്റ്റിൽ കണ്ടല്ലോ നിങ്ങൾ. അപ്പം അങ്ങനെ മനസ്സിലാക്കാം. 4ാമത്തത് ഹാ ഉല്ലമീറിൻ്റെ മുന്നിലും പിന്നിലും സുക്കൂന് വന്നതിൻ്റെ ഉദാഹരണമാണ്. നേരത്തെ ഹാ ഉല്ലമീറിൻ്റെ ശേഷം സുക്കൂന് വന്നൊരു ഉദാഹരണം വന്നിരുന്നു. ഇവിടെ മുന്നിലും പിന്നിലും ആ ഉദാഹരണം ആ പേജിൽ എന്താണ് ഹാ ഉല്ലമീറിൻ്റെ ഉദാഹരണങ്ങളിൽ അവസാനത്തതായിട്ടുണ്ട്. വ ഇലൈഹിൽ മസീർ എന്നാണ്. ഹാ ഉല്ലമീറിൻ്റെ മുന്നിലും പിന്നിലും സുക്കൂൻ വന്നതിന് ഉദാഹരണം വ ഇലൈഹിൽ മസീർ. ഇതാണ് ഈ ഹാ ഉല്ലമീർ. അതിൻ്റെ മുമ്പ് സുക്കൂന്, ശേഷത സുക്കൂന്. ഇനി 4ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ ചോദ്യം, തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്താണ് ആർക്കാണ് തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്തുള്ളത്? പരിശുദ്ധ ഖുർആനിലെ സജദയുടെ ആയത്തുകൾ ഓതുന്നവർക്കും കേൾക്കുന്നവർക്കും. പരിശുദ്ധ ഖുർആനിലെ സജദയുടെ ആയത്തുകൾ ഓതുന്നവർക്കും കേൾക്കുന്നവർക്കും അവർക്കാണ് തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്തുള്ളത്. 2ാമത്തത് വഖഫ് എന്നാൽ എന്താണ് വഖഫ് എന്നാൽ? അതിൻ്റെ ആൻസർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. 3ാമത്തത് ഹംസത്തുൽ ഖത്അ എന്നാൽ എന്ത്? ഹംസത്തുൽ ഖത്അ എന്നാൽ എന്ത്? ഹംസത്തുൽ വസ്ലും ഖത്അൊക്കെ നേരത്തെ പറഞ്ഞു ഞാൻ. തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാകുന്ന ഹംസയാണ് ഹംസത്തുൽ ഖത്അ. തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാകുന്ന ഹംസക്ക് എന്ന് പറയാം. 4ാമത്തത് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ പകരം ചൊല്ലാനുള്ള ദിക്ർ എന്താണ്? തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, അല്ലെങ്കിൽ ചെയ്യുന്നില്ല എങ്കിൽ പകരം ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇനി 4ാമതായിട്ടൊരു ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ്. ഇവിടെ ഒന്നുള്ളൂ. സജദ ഡാഷ് ലില്ലദി ഡാഷ് വശക്ക ഡാഷ് ബിഹൗലിഹി ഡാഷ് ഫതബാറക ഡാഷ് അൽ ഖാലിഖീൻ. ഇത് എന്താണ്? പിന്നെ നമ്മൾ തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലേണ്ട ഇതാണ്. സജദ വജ്ഹിയ ലില്ലദി എന്നാണ്. വജ്ഹിയ എന്നവിടെ ചേർക്കണം. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു എന്നും കൂടി ഇവിടെ ഉണ്ട്. വസവ്വറഹു ഇത് കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വശക്ക സംഅഹു എന്നാണ്. വശക്ക സംഅഹു വ ബസ്വറഹു ഇവിടെ കൂട്ടി കൊടുക്കുക. ബിഹൗലിഹി എന്നിവിടെ ഉണ്ട്. പിന്നെ വഖുവ്വത്തിഹി എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. വഖുവ്വത്തിഹി ഫതബാറക കഴിഞ്ഞിട്ട് അല്ലാഹു ഫതബാറക അല്ലാഹു അഹ്സനുൽ എന്നും കൂടി ചേർത്ത് കൊടുക്കുക. അഹ്സനുൽ ഖാലിഖീൻ. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു
വബസറഹു ബിഹൗലിഹി വഖുവ്വത്തിഹി ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അങ്ങനെ പൂർത്തീകരിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.